വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 13-ാം തീയതി 5-ാം മാസം 2024 രാവിലെ 7:06 ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമുക്ക് ഈസി ആയിട്ട് റെസിസ്റ്റൻറ്റും സപ്പോർട്ടും കണ്ടുപിടിക്കാൻ സഹായിക്കും. അതാണ് ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. കൂടുതലായിട്ട് ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ വരച്ച് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്ത് സപ്പോർട്ടും റെസിസ്റ്റൻറ്റും നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു എക്സാമ്പിൾ ഇന്ന് നമ്മൾ നോക്കുകയാണ്. ഫ്യൂച്ചർ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ നോക്കുന്നതെന്നും കൂടെ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും സംസാരിക്കുന്ന സ്പോട്ടിനെ കുറിച്ചാണ്. നിഫ്റ്റി സ്പോട്ട്, ബാങ്ക് നിഫ്റ്റി സ്പോട്ട്. ഓക്കെ, സ്പോട്ടിൽ ഇതുണ്ട്, കാൻഡിൽ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ വോളിയം ഉണ്ടോ എന്നുള്ളത് നോക്കണം. വോളിയം ഉള്ളത് ഫ്യൂച്ചറിൽ മാത്രമാണ്. അത് ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഓപ്ഷൻ ബയറാണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഓപ്ഷൻ ബയറിന് ഫ്യൂച്ചർ ഉള്ളൂ. കാര്യം ഇവരെല്ലാം പേടിപ്പിക്കുകയാണ്. എല്ലാ ഈ ബ്രോക്കറേജും പറയും 90% ഓപ്ഷൻ ബയർ ഫെയിലിയറാണ് മാർക്കറ്റിലെന്നും. അതൊക്കെ നമ്മുടെ അടുത്തുള്ള പേടി അവർ വീണ്ടും വീണ്ടും നമ്മളെ കൂട്ടുകയാണ്. അതിൻ്റെ ബാക്കിലോട്ടൊന്നും പോവാതെ നമുക്ക് എന്താവശ്യമുണ്ടോ അത് നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ഇത് ഈസി ആയിട്ട് സപ്പോർട്ടും റെസിസ്റ്റും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ യൂണിക് പോയിൻ്റ് കണ്ടോ. അതായത് റൈറ്റ് സൈഡിലാണ് വോളിയം. അതായത് ഇതിന് മുന്നേയൊക്കെ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഒക്കെ പോയി കഴിഞ്ഞാൽ താഴെ നിന്നാണ് നിങ്ങൾക്ക് വോളിയം കാണാൻ പറ്റുന്നത്. ഓരോ ക്യാൻഡിലിൻ്റെ താഴെയാണ്. 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ പോയാൽ താഴെയാണ് വോളിയം കാണുന്നത്. പക്ഷേ ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ റൈറ്റ് സൈഡിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് വോളിയം കാണാൻ പറ്റും. അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഏത് സമയത്താണ്, എങ്ങനെയാണ് അവിടെ വോളിയം, ഇത് എത്ര ക്യാൻഡിലാണ് വോളിയം എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇവിടെ കണ്ടോ, ഫോർ എക്സാമ്പിൾ ഈ 47,607.95 എന്ന് പറയുന്ന ലെവല് വീണ്ടും വീണ്ടും മാർക്കറ്റ് അവിടെ വന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വീണ്ടും വീണ്ടും അവിടെ വന്നിരിക്കുന്നു. ഇത് ക്യാൻഡിൽ സ്റ്റിക്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഈ വോളിയം ഇവിടെയാണ് കൂടുതൽ ജനറേറ്റ് ആയിരിക്കുന്നത്. വോളിയം പ്രൊഫൈൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ 47,600-നും 640-നും ഇടയ്ക്കാണ് വോളിയം കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്തേക്കുന്ന സ്ഥലം അതാണ്. ഇത് ഒരു അഡ്വാൻറ്റേജാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഇത് ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ആയെന്ന് വിചാരിച്ചോളൂ. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഈ ഡേ, അതായത് ഈ 47,400 ഒരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോയി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രൊഫൈലുണ്ട്. കണ്ടോ, ഈ ഒരു വലിയ പ്രൊഫൈലുണ്ട്. കണ്ടോ, ഈ അനോമാലിയുള്ള 1, 2, 3 ഗ്യാപ്പുള്ള അനോമാലിയുള്ള ഒരു പ്രൊഫൈലാണ്. ഓക്കെ, അപ്പോൾ ഈ 47,400 എന്ന് പറയുന്നത് ഈ പ്രൊഫൈലിൻ്റെ, വലിയ പ്രൊഫൈലിൻ്റെ, അതായത് നല്ലൊരു ബൈയിങ് പോയിരിക്കുന്ന ഒരു പ്രൊഫൈലാണ്. 19 ഏപ്രിലുള്ള പ്രൊഫൈലാണ്. ഈ വാല്യൂ ഏരിയയുടെ ഒരു വോളിയം ഉണ്ട്. കേട്ടോ, ഈ വോളിയം 47,400 അവിടെ ഒരു വോളിയമുണ്ട്. വാല്യൂ ഏരിയ ഹൈയുമാണ് അവിടെ. ഇത് ഒരു സപ്പോർട്ടാണ്. മനസ്സിലായോ? ഇങ്ങനെ ഈസി ആയിട്ട് സപ്പോർട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫ്ലാറ്റ് ഓപ്പൺ ആവുകയും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ താഴെ വരികയും ചെയ്താൽ ഈ സപ്പോർട്ട് എടുത്ത് കളഞ്ഞാൽ നമുക്ക് തിൻ വോളിയമാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പച്ച കളറിലുള്ളത് തിൻ വോളിയമാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ. സോ ഈ തിൻ വോളിയം വലിയ സപ്പോർട്ടായിട്ട് എടുക്കില്ല. എങ്കിലും നമുക്ക് ഈ വാല്യൂ ഏരിയക്കകത്ത് എൻട്രി കിട്ടിയാൽ, ഇതിനകത്ത് എൻട്രി കിട്ടിയാൽ, അതായത് സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ ഡയറക്റ്റായിട്ട് 47,000 എന്ന് പറയുന്ന ഈ വോളിയം പ്രൊഫൈലിലും ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വോളിയത്തിലും വന്ന് ഈ ടൈം വാല്യൂവിലും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വരുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് സപ്പോർട്ടൊന്നുമില്ല. കാര്യത്തിൽ ഇടയ്ക്ക് വാല്യൂ ഏരിയ ഹൈ ഇല്ല, വോളിയം വളരെ തിന്നാണ്. ഈ പ്രൊഫൈൽ 19-ാം തീയതി ഏപ്രിൽ 19-നുള്ള ഈ പ്രൊഫൈൽ വീക്കാണ്. വീക്കെന്ന് പറഞ്ഞാൽ അനോമാലി ഉണ്ട്. അനോമാലി ഉള്ളതുകൊണ്ട് ഈ ഗ്യാപ്പൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ജിൻ്റെ അവിടെ ഉള്ളത്, ജെയിൻ്റെ അവിടെ ഉള്ളത്, ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യം ഉണ്ട്. ബിസിനസ് കംപ്ലീഷൻ ഇല്ല അവിടെ, അപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട്
ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടാണ് സപ്പോർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്ക് ഫ്ലാറ്റ് ഓപ്പണായി ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ മുകളിലോട്ട് പോയാൽ വീണ്ടും നമുക്ക് റെസിസ്റ്റൻ്റ് ഉണ്ട്. റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഈ ക്ലോസിന് മുകളിൽ നിന്നാൽ നമുക്ക് ഈ വരുന്ന ഒരു എന്താ പറയുക 47,890, അതായത് ഇതുണ്ടോ ഇവിടെ ഉണ്ടോ ഈ 890 ഈ സംഭവം, ഇവിടെ വോളിയം ഉണ്ട്, ഇവിടെ ടൈം അതായത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ടൈം വോളിയം ഇവിടെ നടന്നിട്ടുണ്ട്. സോ ഈ 890-900 ഈ വാല്യൂ ഏരിയ ഹൈ, ഇത് രണ്ടും ഈ 900 ഈ സ്ഥലം എ പീരീഡിൻ്റെ ഹൈ, ലാസ്റ്റ് ട്രേഡിംഗ് ഡേയുടെ എ പീരീഡിൻ്റെ ഹൈയും ഒരു ടൈം ബീങ്ങിൽ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഓപ്പണായി താഴെ പോയാലേ നമുക്ക് 400 അവിടെ ഒരു എന്താ പറയുക ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നല്ലൊരു മൂവ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. അതല്ല മുകളിലോട്ട് പോയാൽ ഈ ഒരു 200 പോയിൻറ്റ് 300 പോയിൻറ്റിൻ്റെ റേഞ്ചിനകത്ത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ പോലെ ഒന്ന് ലൈക്ക് ബട്ടണും കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.